ഇവന്മാരാണ് ബ്ലോക്ക് കാരണം കേരളപുരത്ത് ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമായിട്ട് കിടക്കുന്നത്. കണ്ട ഈ വണ്ടി കാരണമാണ് ഇത്രയും ബ്ലോക്ക്, ഒരു 1.5 കിലോമീറ്ററോളം ബ്ലോക്കായിരുന്നു കേരളപുരത്ത്. ഓരോരുത്തന്മാർ ലെഫ്റ്റിലൂടെ എടുത്തുകൊണ്ട് പോവുക. ലെഫ്റ്റിൽ റോഡ് പോലും ഇല്ല, റോഡ് പോലും വരുന്നുണ്ട് വണ്ടി. അഹങ്കാരം എന്താ പറയുന്നത്. ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന സൈഡിൽ കൂടെ വന്ന് ഒരു വഴി കൂടെ വണ്ടി വരാൻ പറ്റത്തുമില്ല. മറ്റവന്മാർ പോയ കണ്ടില്ലേ, 2 ബസ് അവന്മാർ കാരണമാണ് ബ്ലോക്ക് ഇത്രയും. അവിടെ നിന്നുള്ള വണ്ടികൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. അപ്പുറത്തൊരു പാലവും റെയിൽവേ ഓർമ്മ എടുത്തോണ്ട് അതിൻ്റെ കൂടെ അതാണ് ഇടത്തൂടെ അങ്ങനെ പറയുന്നത്. നമസ്കാരം. 2026 പിറന്നിട്ട് ഒരു മാസം തികയാണ്. ഒരു മാസം അങ്ങോട്ട് കഴിയാറായി. ജനുവരി 24 ഇന്ന്. 25 നാളെ 26 റിപ്പബ്ലിക് ഡേ. അങ്ങനെ ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. 77ാമത് റിപ്പബ്ലിക് ദിനവും 76ാമത്തെ റിപ്പബ്ലിക് വാർഷികവുമാണ്. അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നാളെ ആചരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ദിനവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ എങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് മുന്നേ, അതായത് എൻ്റെ പോർഷന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ കാണാൻ കഴിഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കണ്ടു നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും ഇന്നത്തെ കണ്ടൻറ് എന്നുള്ളത്. എൻ്റെ അനുഭവകഥയുടെ ഒരു 3-ാം അധ്യായം തന്നെയാണ്. കഴിഞ്ഞ തവണ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിപ്പോയി. ഒരു 19 മിനിറ്റോളം എടുത്തു. അതായത് ആ വർഷത്തെ 2025 അവസാനത്തെ അനുഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തള്ളിയിട്ടു. ഇത്തവണ ഗതാഗതം, അല്ലെങ്കിൽ റോഡ് ഗതാഗതം മെയിൻലി ഫോക്കസിങ് ഓൺ ദാറ്റ്. ഇന്നത്തെ ഈ വീഡിയോയിൽ അതാണ് ഞാൻ പരാമർശിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് അത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ മൊത്തം കൊല്ലം ജില്ലയിലാണ്. ഞാൻ താമസിക്കുന്നതിൻ്റെ സ്ഥലം കൊല്ലത്താണ്. കൊല്ലത്ത് എഴുകോൺ എന്ന് പറയും. എൻ്റെ പേരിൻ്റെ ഒപ്പമുണ്ട്. അതുൽദാസ് എഴുകോൺ എന്നതാണ് എൻ്റെ പേര്. റെക്കോർഡിക്കലി അതുൽദാസ് മാത്രമേ ഉള്ളൂ. കൂടെ ഞാൻ ആ എഴുകോൺ അങ്ങ് ചേർക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോയിൽ. പല വീഡിയോകളിലും ഞാൻ എൻ്റെ ഒരു കമൻട്രി പോലെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം പറഞ്ഞിരുന്നു. മുന്നത്തെ വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നു. ഒരു കാരണം റോഡിന് വീതിയില്ലായ്മ വളരെ വളരെ പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. പിന്നെ അശ്രദ്ധമായ ഡ്രൈവിങ്, എത്രയോ വേഗത്തിൽ എങ്ങോട്ടോ പായുന്നവരുടെ ഇരുചക്ര വാഹനങ്ങളിൽ എങ്ങോട്ടോ വായുഗുളിക വാങ്ങിക്കാൻ ആർക്കോ വായുഗുളിക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നവർ,
ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നൂല് വെക്കാൻ ഉള്ള സ്ഥലമുണ്ടെങ്കിൽ ഒരു കഴുക്കോല് കയറ്റുന്നവന്മാരുടെ നാട്, അത്തരം സ്വഭാവമുള്ളവരുടെ പ്രശ്നം. അതിപ്പം കൊല്ലം ജില്ലയിൽ മാത്രമല്ല, അതങ്ങ് തിരുവനന്തപുരം അങ്ങ് പോയിട്ട് അങ്ങ് കാസർഗോഡ് വരെ കേരളത്തിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പിന്നെ സിഗ്നൽ ഇടാതെ, അതായത് ഇൻഡിക്കേറ്റർ ഇടാതെ വലത്തോട്ടോ ഇടത്തോട്ട് തിരിക്കുന്ന, അല്ലെങ്കിൽ ഇടത്തോട്ട് സിഗ്നൽ ഇട്ടിട്ട് വലത്തോട്ട് തിരിക്കുന്ന ഓട്ടോക്കാരന്മാർ, അങ്ങനെ കുറേ എണ്ണം. പിന്നെ വണ്ടി വരുന്നത്, അതായത് വണ്ടി നമ്മുടെ സർക്കാർ ചെയ്യേണ്ട ഒരു വലിയൊരു തെറ്റ്, ലൈനിങ്, ട്രാഫിക് അത് രണ്ട് വരി പാതയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ ലൈനിങ് അത് ചെയ്തിരിക്കണം. കൃത്യമായ ഇടവേളകളിൽ ലൈനിങ് മാഞ്ഞു പോകുന്ന സമയത്ത് അത് കൃത്യമായി അത് ലൈനിങ് ചെയ്ത് ആ റോഡിനെ വിഭജിച്ച് 2 സെക്ഷൻസ്, അതായത് ഒരെണ്ണം ഒരു ദിശയിലേക്കും മറ്റൊരു ദിശ ഓപ്പോസിറ്റ് ദിശയിലേക്കും. ഇപ്പം നേരെ ഞാനിപ്പം കൊട്ടാരക്കരയ്ക്ക് പോകുന്നു, കൊല്ലത്തോട്ട് പോകേണ്ടത്, കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ് കൊല്ലത്തു നിന്ന്. NH ഹൈവേ നാഷണൽ ഹൈവേ 744 ഇപ്പോഴത്തെ കൊല്ലം തിരുമംഗലം നാഷണൽ ഹൈവേ. ആ പാതയിലാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെയായിരിക്കും പോകേണ്ടത്. പക്ഷേ പല വാഹനങ്ങളുണ്ട്, ചില ബൈക്കുകാർ അല്ലെങ്കിൽ ഓട്ടോക്കാർ ഇടത്തൂടെ. ആ പ്രവണത നിർത്തണം. അതായത് ഇടത്തൂടെ കൊല്ലം ഭാഗത്തേക്ക് ഇടത്തൂടെ എടുത്തുകൊണ്ടിരും. അത്തരം പരിപാടികൾ നിർത്തിപ്പിക്കണം നമ്മുടെ സർക്കാർ. പിന്നെ മൂന്നിൽ കൂടുതൽ ട്രാഫിക് വയലേഷൻസ് ഉണ്ടാക്കിയാൽ അയാളുടെ ലൈസൻസ് 6 മന്ത് എങ്കിലും 6 മാസമെങ്കിലും സസ്പെൻഡ് ചെയ്ത് വെക്കണം. ഈ 6 മാസ കാലയളവിൽ ഇയാൾ എപ്പോഴെങ്കിലും വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ, ഏത് വാഹനമായാലും, ഇപ്പം 4 വീലറിലാണ് അയാൾ യാത്ര ചെയ്ത് 3 തവണ ട്രാഫിക് വയലേഷൻസ് ഉണ്ടാക്കിയത് എങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അയാൾക്ക് 4 വീലറിലെ ലൈസൻസ് മാത്രം റദ്ദ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. 2 വീലർ, 4 വീലർ, എനി കൈൻഡ് ഓഫ് ലൈസൻസ് വിൽ ബി റദ്ദ് ചെയ്തിരിക്കണം. എല്ലാത്തരം ലൈസൻസും അയാളുടെ ആ മനുഷ്യൻ്റെ വ്യക്തിയുടെ റദ്ദ് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പ്രധാനമായിട്ടും പറഞ്ഞൊരു പ്രശ്നമാണ് ഈ ഒരു ട്രാഫിക് ലൈനിങ് നമുക്കില്ല. നമ്മുടെ ജനങ്ങൾക്ക് ട്രാഫിക് ലൈനിങ്ങിനെ പറ്റിയിട്ടുള്ള ബോധമില്ല. ഈ പറയുന്ന കാലയളവിൽ ഇയാൾ നേരിടുന്ന ആ ഒരു ശിക്ഷാ കാലയളവെന്ന് പറയുന്നത് പെറ്റി മാത്രം പോരാ. 6 മാസത്തെ ഈ ഒരു 6 മന്ത് പീരീഡിൽ കൃത്യമായി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം 1 മണിക്കൂർ ഒരു MVD, അതായത് ഏത് സെൻട്രലാണോ ഒരു ക്ലാസ്, ലേണേഴ്സ് ടെസ്റ്റിന് മുമ്പ് ട്രാഫിക് റൂൾസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഓരോ ലൈനും എന്തിനെ സൂചിപ്പിക്കുന്നു, ഏത് കളേഴ്സിന് എന്തിനെ സൂചിപ്പിക്കുന്നു, ഇന്ന ലൈൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു, എല്ലാത്തിനെ പറ്റിയും വിശദമായ ക്ലാസ്സുകൾ കൊടുക്കണം. പിന്നെ എന്നിട്ട് ലാസ്റ്റ് 6 മന്ത് കഴിഞ്ഞ് ഇയാൾക്ക് ലൈസൻസ് തിരികെ കൊടുക്കുന്ന സമയത്ത് ഇയാളൊരു ടെസ്റ്റ് മസ്റ്റ് ബി പാസ്. അത് എഴുതി, അത് ഓപ്ഷനിലായിരിക്കണം. OMR ക്വസ്റ്റ്യൻസ് ആയിട്ട്, ലൈക്ക് PSC പോലൊരു ക്വസ്റ്റ്യൻസ്, നേരിട്ട് എക്സാംസ്, ഡയറക്റ്റ് MVD ഓഫീസിൽ, ഇതിൻ്റെ ഓഫീസിൽ, ഗതാഗത വകുപ്പിൻ്റെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ വെച്ച് നടത്തിയ ശേഷം മാത്രമേ അതിൽ അയാൾ പാസ്സാവണം. നല്ലൊരു നല്ല രീതിയിൽ അയാൾ കൃത്യമായ ഉത്തരങ്ങൾ പറയണം. അതുപോലെ ചോദ്യോത്തരവും വേണം. പിന്നെ അയാളെ ഒരു ചെറിയ ടെസ്റ്റും കൂടെ ചെയ്ത് കിട്ടാൽ നല്ലത്. അന്നേരം ആ ഒരു സമയം കൊണ്ട് ഈ 6 മാസത്തിൽ നമ്മുടെ നാട്ടിലെ പൊതുഗതാഗതത്തിന് കുറച്ച് വലിയ രീതിയിലൊരു വൻ നേട്ടം ഉണ്ടാകാൻ പറ്റും. റോഡ്, റെയിൽ, പിന്നെ റോഡ്, റെയിൽ, വാട്ടർ വെഹിക്കിൾസിന് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നൊരു
കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ടൈമിൽ ഈ 6 മാസ കാലയളവിൽ എപ്പോഴെങ്കിലും അയാൾ ഇഫ് ഇറ്റ് ഈസ് ആൻ എമർജൻസി ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആണ് എടുത്തതെങ്കിൽ അതിൽ കുറ്റം പറയാനില്ല. പക്ഷെ അത് ജെന്യുവിൻ ആണെങ്കിൽ മാത്രം, അല്ലാത്തൊരു കണ്ടീഷനിൽ അയാൾ വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ, വാഹനം എടുത്ത് യാത്ര ചെയ്തു പിടിക്കപ്പെടുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കണം. അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയുഷ്കാലം ഇറ്റ് വിൽ ബി ബാൻഡ്. അതായിരിക്കണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ടത്. അപ്പം ആ ഒരു രീതിയിലേക്ക് നിയമങ്ങൾ കുറച്ച് ശക്തമാവുമ്പോൾ ഒരു ഗുണമുണ്ടാവുന്നത്, ഒന്ന് ഈ പറയുന്ന ട്രാഫിക് ജാംസ് കുറയും. അതിന് കാരണം വാഹനങ്ങൾ എടുത്തുകൊണ്ടിറങ്ങാൻ ഒന്ന് ഭയക്കും എല്ലാവരും. പകരം അതിപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സാധാരണക്കാരന് മാത്രമല്ല കേട്ടോ ബാധകമാക്കേണ്ടത്. ഇവൻ മന്ത്രി പുങ്കവൻ്റെ മകനായാലും മന്ത്രി പുങ്കവൻ്റെ ഡ്രൈവറായാലും മന്ത്രി ആയാൽ പോലും ഈ പറഞ്ഞത് അവിടെ ഇത് രാഷ്ട്രീയക്കാരനായാൽ പോലും ഇവൻ ഇനി മിനിസ്റ്റർ ആയാലും അയാൾക്കും ഇത് ബാധകമായിരിക്കണം. ഓർ എ ജഡ്ജ്. അതുപോലെ തന്നെ നിയമത്തിലെ ഏറ്റവും വലുതെന്ന് പറയപ്പെടുന്ന കുറേ എണ്ണമാണ്. എനിക്കിച്ചിരി ചില സമയത്ത് അവന്മാരുടെ കാര്യത്തിൽ ഇത് തോന്നിയിട്ടുണ്ട്. ചില സിനിമകളിൽ കാണിച്ച അങ്ങനെയാണ് എങ്കിലും പക്ഷെ അതുപോലെ തന്നെ പ്രസ് മീഡിയ അത് തന്നെ പ്രസ്സിനും കൊടുക്കണം ഇതുപോലെ തന്നെ പ്രശ്നം. പിന്നെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു കാര്യം ഞാൻ വിട്ടുപോയി. തൻ്റെ റീച്ചിനും തൻ്റെ ഒരു എന്തിനോ വേണ്ടിയിട്ട് ഇട്ട ഒരു വീഡിയോ ഏതോ ഒരു പാവത്തിൻ്റെ ജീവൻ എടുത്തു. കഷ്ടമെന്നല്ല, എന്തായാലും ആ പെൺകുട്ടിയെ പിടിച്ചു. ഇനി ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഇനി ഏതൊരാളും ഇതിപ്പം കറക്റ്റായൊരു കാര്യമായിരുന്നെങ്കിൽ പോലും ഇനി വരുന്ന ഇത്തരം ചീപ്പ് പരിപാടികൾ കാരണം ഉണ്ടാകുന്നത് സത്യസന്ധമായ പരാതികൾക്ക് പോലും ആരും വിശ്വസിക്കത്തില്ല ഇനി അങ്ങോട്ട്. അതിൽ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വരെ ഒരു ജെനുവിനിറ്റി കിട്ടുന്നില്ല. ആ ജെനുവിനിറ്റി നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് ഇനി ഇത്തരം ഇൻഫ്ലുവൻസേഴ്സും ആകൊണ്ട് ഇവർ ഇൻഫ്ലുവൻസേഴ്സ് അല്ല സത്യത്തിൽ, ഇവർക്ക് ഭ്രാന്താണ് തലയ്ക്ക്. എന്തോ ലൈക്ക് നമുക്ക് ഒരു സിനിമ പല പേര് പറയുന്നുണ്ട്. എന്തോ ഒരു തരത്തിൽ ഒരു തരം എന്താ പറയേണ്ട, എങ്ങനെയെങ്കിലും ഒക്കെ പേരെടുക്കുക. അത് തെറ്റായ രീതിയിലായോ നേരായ രീതിയിലാണെന്നോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലെന്നോ വേണ്ട, പേരെടുത്താൽ മാത്രം മതി. അവളുടെ പേര് കുറച്ച് അല്ലെങ്കിൽ അവൻ്റെ പേര് കുറച്ച് ആൾക്കാർ അറിയണം. ആ ഒരൊറ്റ മൈൻഡ് സെറ്റിലേക്ക് മാറുന്നതുകൊണ്ടാണ് നമ്മുടെ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചീപ്പ് കണ്ടൻസ് കൊണ്ടുവരുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ഞാനത് അത്തരം കണ്ടൻസ് ഇടാറുമില്ല. പിന്നെ എൻ്റെ ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് കമൻറ്റായി പറയാം. ഞാൻ പറഞ്ഞ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതെനിക്ക് ശരിയാണ്. അത് എൻ്റെ ശരികൾ മാത്രമാണ്, എൻ്റെ മാത്രം ശരികളാണ്. അത് തെറ്റാവുമെന്ന് എനിക്കിതും കൂടെ തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നതിൽ ശരിയുണ്ട്, കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റും. എനിക്ക് മാറ്റേണ്ട കാര്യമാണെങ്കിൽ ഞാനത് മാറ്റിയിരിക്കും. ഞാൻ ആ കാര്യത്തിൽ ബോധവാനാണ്. ഒരുപാട് ഒരു 5-6 വർഷം മുമ്പൊക്കെ വരെ, ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ എൻ്റെ ഈ എക്സാമ്പിൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവരോടൊക്കെ ഉള്ളൊരു മനോഭാവം, ഒരു തരം
പുച്ഛമായിരുന്നു. അതൊരു മാനസിക രോഗമായിരുന്നു എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അവരോട് അതിൻ്റെ കാര്യവും കാരണങ്ങളും അല്പം മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരോടുള്ള മനോഭാവത്തിൽ ഞാൻ മനോഭാവം തിരുത്തി, അവരോടുള്ള കാഴ്ചപ്പാടും തിരുത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്ന നേരത്തെ എൻ്റെ വീഡിയോയിൽ നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള പല വീഡിയോകൾ കണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്, അതായത് ലൈൻ ട്രാഫിക്കിങ്. അത് തന്നെ കുറേ നേരം കൊണ്ട് ഞാൻ ആലോചിച്ചിരുന്ന വേർഡാണ്. ലൈൻ ട്രാഫിക്കിങ് അറിയത്തില്ല നമ്മുടെ നാട്ടിൽ. അതും ഒരു പ്രശ്നമാണ്. ലൈൻ ട്രാഫിക് പാലിക്കാത്തതിൻ്റെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പിന്നെ വലിയൊരു പ്രശ്നം റോഡിന് വീതിയില്ല. വീതി ഉണ്ടെങ്കിൽ തന്നെ വീതി ഉണ്ടാക്കും. റോഡ് രണ്ട് വരിയിലേക്ക് വികസിപ്പിക്കുമെങ്കിലും പോലും 5 സെൻറ്റ് പോലും അപ്പുറത്തും എടുക്കത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ റോഡ് ഇരിക്കുന്ന കടയുടെ സൈഡിലായിരിക്കും, കടയുടെ വാതിലിലോ അല്ലെങ്കിൽ വീടിൻ്റെ മതിലിലോ ആയിരിക്കും റോഡിൻ്റെ അറ്റം ഇരിക്കുന്നത്. അതായത് KSRTC ബസ്സിന് പോലും ഒരു വലിയ വാഹനത്തിന് മര്യാദയ്ക്ക് ലൈൻ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. അത്തരം ആ രീതിയിലുള്ള ഒരു റോഡ് നിർമ്മാണവും നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലെ എഴുകോൺ ജംഗ്ഷനിലുള്ള പുതുതായി നിർമ്മിച്ച ഒരു റോഡ് BMBC നിലവാരത്തിൽ 2 വരി പാതയായിട്ടാണ് നിർമ്മിച്ചതെങ്കിൽ ആ ജംഗ്ഷൻ ഭാഗത്താണ് അതിന് ഏറ്റവും വീതി കുറവ്. ഏറ്റവും വീതി വേണ്ട ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ഭാഗത്ത് അതിൻ്റെ വീതിയില്ല. അതിരിക്കുന്നത് വല്ല പലരുടെയും പറമ്പത്തിൻ്റെ വരമ്പത്താണ്, അല്ലെങ്കിൽ കടകളാണ് അപ്പുറത്തും ഇപ്പുറത്തും. അതിനകത്തൂടെ ഇപ്പോൾ അതുവഴി ആകെ ഒരു KSRTC ബസ്സേ ഉള്ളൂ സർവീസ് നടത്തുന്നത്. ആ KSRTC ബസ് പോകണമെങ്കിൽ ഈ സ്കൂൾ ടൈമിങ്ങിൽ ഇത് കാരണം ഈ റോഡിൽ ഒരുപാട് സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. ഈ സ്കൂൾ ബസ്സുകൾക്ക് റോഡിലേക്ക് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 744 ആണ്. ആ 744ലേക്ക് വളയാനുള്ളൊരു അവസരം, കുറേ സമയം വേസ്റ്റാവും. വളയാന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്ക്കാണ് KSRTC ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് 13 മീറ്റേഴ്സ് ഉണ്ട്, 13 മീറ്ററുണ്ട് നീളം. അതുപോലെ തന്നെ നല്ല വീതിയുള്ളൊരു വണ്ടിയാണ്. അത്തരം ഒരു വാഹനം വളഞ്ഞ് തിരിഞ്ഞ് കയറുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു ഇതാണ്. അതിൻ്റെ കൂടെ പാർക്കിംഗ്. നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പാർക്കിംഗ് സെൻറ്റേഴ്സ് വിത്ത് പ്രോപ്പറായിട്ട് ഒരു പാർക്കിംഗ് സെൻറ്റർ അലോട്ട് ചെയ്തിരിക്കണം. മൾട്ടി ലെവലായിട്ടുള്ള പാർക്കിംഗ് ആയാലും മൾട്ടി ലെവൽ പാർക്കിംഗ് സെൻറ്റർ. കാർ പാർക്കിംഗ് മാത്രമല്ല, കാറും ബൈക്കും അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനും, പിന്നെ ലോറി അങ്ങനെയുള്ള മറ്റ് വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഒരു പ്രത്യേകമായിട്ടൊരു സ്ഥലം എടുത്തിരിക്കണം. അവിടെ മാത്രമേ പാർക്ക് ചെയ്യാവൂ. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡുകൾ, അതൊരു പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അത് മാത്രമല്ല പ്രീപെയ്ഡ് ആയിരിക്കണം. ഓട്ടോ ടാക്സിയൊക്കെ പ്രീപെയ്ഡ് ആയിരിക്കണം. നമ്മുടെ ജനങ്ങളുടെ പണം അങ്ങനെ അപഹരിച്ചാലും കൊണ്ടുപോകേണ്ട, കുറച്ചധികം പണം കൂടുതൽ കൊണ്ടുപോകേണ്ടെന്നേ. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എൻ്റെ ഈ വാക്കുകൾ സത്യസന്ധമാണ്. തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകളിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതെന്തും പറയാം. നിങ്ങൾക്കത് എങ്ങനെ, പക്ഷെ മാന്യമായ രീതിയിലായിരിക്കണം. കഴിഞ്ഞ തവണത്തെ കണക്ക് 19 മിനിറ്റിലേക്ക് പോകുന്നുണ്ട് എന്നറിയാം. ക്ഷമിക്കണം. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഉടനെ തന്നെ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. എല്ലാവരും അടുത്ത വീഡിയോ വലിയ വ്യത്യാസമൊന്നുമില്ല, 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയാൽ. സമയം കിട്ടുന്നില്ല. രാവിലെ പോയാൽ രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുന്നത്. ജോലിയൊക്കെ കിട്ടിയപ്പം ഇത്തിരി തിരക്കൊക്കെ ആയി, പിന്നെ ക്ഷീണം.
ചെറിയ ജോലിയാണ്, 1 വർഷത്തേക്കുള്ളൂ. സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. എൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്നോട് സംവദിക്കാം. താഴത്തെ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് സംസാരിക്കാം. സംസാരത്തിലൂടെ മാത്രമേ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടാവും. സൗമ്യമായി സംസാരിക്കാം, ചിരിച്ചുകൊണ്ട്. ബൈ.